റബ്ബിന്റെ തൃപ്തി വേണോ? അതിന് മഹാന്മാര് നൽകുന്ന 6 വസിയത്തുകളുണ്ട്. ഞാനതൊന്ന് ചുരുക്കി പറയട്ടെ. വലിയൊരു മഹാൻ പറഞ്ഞു, എന്റെ അടുക്കൽ ഒരു ദിവസം സ്പെഷ്യൽ അതിഥികൾ വന്നു. ഞാൻ അവരെ നോക്കുമ്പോൾ അവർ അബ്ദാലിങ്ങളിൽപ്പെട്ട ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അബ്ദാലുകൾ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളിൽ ഒരു വിഭാഗമാണ്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളൊരു വസിയത്ത് തരണം, ശരിക്ക് അല്ലാഹുവിനെ പേടിക്കാൻ പറ്റുന്ന ഒരു വസിയത്ത് തരണം. ഉടനെ അവർ പറഞ്ഞു, നൂസീക ബിസിത്തത്തി അശ്യാ, 6 കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മൾ വസിയത്തായി തരാം. അതിൽ ഒന്നാമതായി പറഞ്ഞത്, മൻ കസുറ നൗമുഹു ഫലാ യസ്മഉ ഫീ റിഖ്ഖതി ഖൽബിഹി, ഉറക്കം അധികരിച്ചാൽ പിന്നെ മനസ്സ് മൃദുലമാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. റഖീഖുൽ ഖൽബ് വേണോ, റിഖ്ഖത്തുൽ ഖൽബ് വേണോ? നിർമ്മലമായ മനസ്സ്, ലോലമായ മനസ്സ് വേണോ? ആ മനസ്സിന് ഉറക്കം പാകത്തിനേ പറ്റൂ. ഉറക്കം അധികരിച്ചാൽ പിന്നെ നീ അത് ആഗ്രഹിക്കരുത്. ഫമൻ കസുറ അക്ലുഹു ഫലാ യസ്മഉ ഫീ ഖിയാമിൽ ലൈൽ, തീറ്റ അധികരിച്ചാൽ പിന്നെ ഖിയാമുൽ ലൈൽ പൂതി വെക്കണ്ട. രാത്രി ഉണരാനൊക്കൂല. പാകത്തിനെ ഭക്ഷണം കഴിക്കാവൂ, രാത്രിയിലുള്ള ഭക്ഷണം. കാര്യമായിട്ട് ജോലിയൊന്നുമില്ലല്ലോ, തൊഴിലൊന്നുമില്ലല്ലോ. വെള്ളം കുടിച്ച് അല്പം തേച്ച ശേഷം ഉറങ്ങല്ലേ, അത് പാകത്തിൽ. അത് ഏറെയായിപ്പോയാൽ പിന്നെ ശരീരം പൊങ്ങൂല, പ്രതീക്ഷിക്കേണ്ടതില്ല. രണ്ടാമത്തെ വസിയത്താണത്. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ നിർദ്ദേശിച്ച വലിയൊരു കാര്യം കൂടിയാണ്. ഖിയാമുൽ ലൈലിന്റെ തൗഫീഖ് ഇത്രയും കാലം ലഭിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു അവസ്ഥ തന്നെയല്ലേ. എത്ര കാലമാണ് നമ്മളിങ്ങനെ ഊണും ഉറക്കവുമായി മാത്രം കഴിഞ്ഞുകൂട്ടുക. രാത്രി ഇഷ്ടം പോലെ ആയിക്കഴിഞ്ഞാൽ ഉണർത്താൻ കഴിയൂല. അതുകൊണ്ടാണ് നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം ഹലാലായ ഭക്ഷണം കിട്ടിയപ്പോൾ പിശാച് നന്നായി അത് ഭക്ഷിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഹലാലായ ഭക്ഷണമാണ്, അധികം ഭക്ഷിക്കുന്നതിന് ഒരു തകരാറൊന്നുമില്ല. പക്ഷേ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ പതിവായി ചൊല്ലുന്ന വിറുദുകൾ, ഔറാദുകൾ, പ്രാർത്ഥനകൾ പലതും അന്ന് മുടങ്ങിപ്പോയി. എഴുന്നേൽക്കാൻ കുറച്ച് നേരം വൈകിപ്പോയി. അപ്പൊ അത് പാകത്തിനാക്കണം. മൂന്നാമത്, വമൻ ഇഖ്താറ സുഹബത ളാലിമിൻ ഫലാ യസ്മഉ ഫി ഇസ്തിഖാമത്തി ദീനിഹി, അക്രമ സ്വഭാവമുള്ളവനോട് സഹവസിക്കാൻ നീ തെരഞ്ഞെടുത്താൽ, അക്രമ സ്വഭാവമുള്ള ആളോട് സഹവാസം തെരഞ്ഞെടുത്താൽ പിന്നെ നിന്റെ ദീന് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. നിന്റെ വിശ്വാസവും നിന്റെ കർമ്മവും ശരിയാകുമെന്ന് പൂതി വെക്കണ്ട. നാലാമത്തെ വസിയത്ത്, വമൻ കാനൽ കദിബു വൽ ഗീബത്തു ആദതഹു, കളവും ഗീബത്തും ഒരാളെ പതിവായി വന്നാൽ ഫലാ യസ്മഉ ഫീ അൻ യഖ്റുജ മിനദ് ദുനിയാ മഅൽ ഈമാൻ, ദുനിയാവിൽ നിന്ന് ഈമാനോടെ പോകുമെന്ന് പ്രതീക്ഷിക്കണ്ട. കളവും ഗീബത്തും പെരുത്തിരിക്കുകയാണ്, അധികരിച്ചിരിക്കുകയാണ്. എത്രയെന്ന് പറഞ്ഞാൽ അത്രയും അധികം. കളവ് എന്ന് പറഞ്ഞാൽ എന്താ? അറിയാത്ത സംഗതികളൊക്കെ അറിയൂന്ന് പറഞ്ഞാൽ അതൊക്കെ കളവാണ്. അറിയാത്ത ഒരു സംഗതി നമ്മളോട് നമ്മളെങ്ങനെ അറിയില്ല എന്ന് പറയാം, ഒരു കുറവല്ലേ എന്ന് അറിയുന്നു, കളവാ. നിങ്ങൾക്കറിയോ? എന്തറിയോ? ഇങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്തൂടെ പോയിട്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഒന്നും അറിയില്ല. അയാൾ പറയാം അറിയുന്നോ? തീർത്തും അറിയാത്തതിനെ പറ്റിയാണ് അറിയുന്നു പറഞ്ഞത്. അത് കേട്ടതോ ഒക്കെ പറയാം, അതും കളവാണ്. അതിന് അസുലുണ്ടാവൂല. എവിടുന്നാ കേട്ട്? അവിടുന്ന് അങ്ങനെ കേട്ടു, ഇവിടുന്ന് ഇങ്ങനെയും കേട്ടു, മറ്റോടത്ത് അങ്ങനെയും കേട്ടു. കേട്ടതേ ഉള്ളൂ, ഉറപ്പുള്ള ഒറ്റൊന്നുമില്ല. എന്നോടൊരു വിശ്വസ്തനായ വ്യക്തിയാ പറഞ്ഞത്. അയാളൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ തിരക്കിടില്ല. അവർക്കൊരു വിശ്വസ്തനായ ആളല്ലേ, അത്രയും വിശ്വാസമുള്ള ആളല്ലേ ആ പറഞ്ഞത്. അപ്പൊ കളവും ഗീബത്തും പതിവായി മാറിയാൽ ഈമാന് സലാമത്താകുമെന്ന് പ്രതീക്ഷിക്കണ്ട.
റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ മഹാന്മാര് നൽകിയ വലിയ വസിയത്താണ്. അഞ്ചാമതായി പറഞ്ഞു വമൻ കസുറ ഇഖ്തിലാതുഹു ബിന്നാസ് ഫലാ യസ്മഉ ഫീ ഹലാവത്തിൽ ഇബാദാ. ജനങ്ങളോട് കൂടുതൽ സമ്പർക്കം പാലിച്ചാൽ പാകത്തിനെ പറ്റൂ. കൂടുതൽ സമ്പർക്കം പാലിച്ചാൽ ഇബാദത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയൂല. പാകത്തിനെ ജനങ്ങളോട് ഇഖ്തിലാത്ത് പറ്റൂ. ഏറെ കടന്നുപോയാൽ പിന്നെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങളും കാര്യങ്ങളും നമ്മിലേക്ക് പകർന്നു വരും. അത് പാകത്തിനെ പറ്റുകയുള്ളൂ. ആറാമതായി പറഞ്ഞു വമൻ ത്വലബ റിളന്നാസി ഫലാ തമഅ ഫീ റിളല്ലാഹി തആല. അല്ലാഹു തആലാന്റെ പൊരുത്തം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, പിന്നെ ജനങ്ങളെ പൊരുത്തം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ആഗ്രഹിക്കേണ്ടതില്ല. ഹക്കായ ഒരു വിഷയം പറയാനും ഒരു വിഷയം ചെയ്യാനും ജനങ്ങൾക്ക് പൊരുത്തണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ നോക്കേണ്ടതില്ല. അത് ഇഖ്ലാസുള്ള മനസ്സോടെ ചെയ്യണം. അപ്പൊ അള്ളാഹുവിന്റെ റിള വരും. റബ്ബിന്റെ റിളയാണോ നിനക്ക് വേണ്ടത്? എന്നാ ജനങ്ങൾക്ക് അത് ഇഷ്ടല്ല, ആളുകൾ അത് വലിയ പ്രശ്നമായി കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് നീ മുങ്ങരുത്. എന്താ അങ്ങനെ ചെയ്താൽ അത് ജനങ്ങൾക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. നിയമത്തിനൊരു കുറവില്ല. നിയമത്തിന് അങ്ങനെ ചെയ്യുന്നതല്ല അനുകൂലം, ഇങ്ങനെ ചെയ്യുന്നതാ. എന്നാ പിന്നെ ആ നിയമത്തിന്റെ വശം നിന്ന് അള്ളാഹുവിന്റെ റിള മാനിച്ച് ആ കാര്യങ്ങൾ